ഇറാനിൽ സാധാരണയ്ക്ക് വിരുദ്ധമായ പല നീക്കങ്ങളും നടക്കുന്നു. ഇസ്രായേലിനെതിരെ ഇറാന്റെ ഒരു മുൻകൂർ ആക്രമണം ഉണ്ടാവുമോ? അമേരിക്കൻ പ്രസിഡന്റിന് മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ശവപ്പെട്ടികൾ നിർമ്മിക്കുന്ന ഫാക്ടറികളിൽ ഓവർ ടൈം ജോലി തുടങ്ങിക്കോളൂ എന്നാണ്. റഷ്യയിൽ നിന്നും 48 മണിക്കൂറിനുള്ളിൽ ഇറാനിൽ പറന്നിറങ്ങിയത് ദുരൂഹമായ 4 ഭീമൻ കാർഗോ വിമാനങ്ങൾ. ഹർമഷറും ഹാജ് കാസിമും തുടങ്ങിയ വൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചു. മേഖലയിൽ യുദ്ധമേഘങ്ങൾ കടുക്കുമ്പോൾ പ്രതിരോധം മാത്രമല്ല ആക്രമണവും ലക്ഷ്യമിട്ടാണ് ഇറാന്റെ നീക്കങ്ങളെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അതീവ പ്രഹരശേഷിയുള്ള ഹർമഷർ, ഹാജ് കാസിം എന്നീ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തങ്ങളുടെ സായുധ സേനയ്ക്ക് കൈമാറി കഴിഞ്ഞു. ഇസ്രയേൽ ഏതു നിമിഷവും നടത്തിയേക്കാവുന്ന വ്യോമാക്രമണങ്ങളെ നേരിടാൻ മാത്രമല്ല തിരിച്ചടിക്കാനും പാകത്തിനാണ് ഈ മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇവ കേവലം വിമാനവേദ മിസൈലുകളല്ല, മറിച്ച് കിലോമീറ്ററുകൾ താണ്ടി കരയിൽ നിന്ന് കരയിലേക്ക്, സർഫസ് ടു സർഫസ് ആക്രമണം നടത്താൻ കേൾപ്പുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഹർമഷർ മിസൈലിന്റെ 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുണ്ട് എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. കാര്യങ്ങൾ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. റഷ്യയും ഇറാനും തമ്മിലുള്ള സൈനിക സഹകരണം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ മാത്രം റഷ്യയിൽ നിന്ന് 4 ഭീമൻ കാർഗോ വിമാനങ്ങളാണ് ഇറാനിൽ പറന്നിറങ്ങിയത്. മാസങ്ങളായി തുടരുന്ന ഈ സൈനിക ചരക്കു നീക്കത്തിൽ ഏറ്റവും വലിയ വർധനവാണിത്. ഈ വിമാനങ്ങളിൽ എന്താണ് എത്തിച്ചിരിക്കുന്നത് എന്നത് ഇപ്പോഴും അതീവ രഹസ്യമാണ്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളാണോ, അതോ S-400 പോലുള്ള പ്രതിരോധ കവചങ്ങളാണോ, അതോ ഇറാന്റെ സുഖോയ് 35 വിമാനങ്ങൾക്കുള്ള സാങ്കേതിക സഹായമാണോ എന്നത് വ്യക്തമല്ല. എങ്കിലും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മുന്നറിയിപ്പുകളെ കാറ്റിൽ പറത്തിയാണ് ഈ ആകാശപാലം സജീവമാക്കിയിരിക്കുന്നത്. ഈ സൈനിക നീക്കങ്ങൾക്ക് പിന്നാലെയാണ് ഇറാനിയൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ സമിതി അംഗമായ മുജ്തബ സറൌയിയുടെ സ്ഫോടനാത്മകമായ പ്രസ്താവന പുറത്തുവരുന്നത്. ഇറാൻ പ്രതിരോധ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം പാശ്ചാത്യ ലോകത്തെ ഞെട്ടിക്കുന്ന പരാമർശം നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഇറാൻ സൈന്യവും പൂർണ്ണ സജ്ജമാണ്. വരാനിരിക്കുന്നത് ഒരുപക്ഷെ താരതമ്യേന മുൻകൂട്ടിയുള്ള വ്യാപകമായ ഒരു ആക്രമണമായിരിക്കും. അത് എത്രത്തോളം ശക്തമായിരിക്കുമെന്നാൽ അഴിമതിക്കാരനായ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴേ ശവപ്പെട്ടികൾ നിർമ്മിക്കുന്ന വർക്ക്ഷോപ്പുകളിൽ 2ാമത്തെ ഷിഫ്റ്റ് കൂടി ആരംഭിക്കുന്നത് നന്നായിരിക്കും. അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള ഭീഷണിയാണ് ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇസ്രയേൽ ആക്രമിക്കും മുമ്പേ ഇറാൻ ആക്രമിക്കുമോ എന്ന സംശയവും ഈ വാക്കുകൾ ബലപ്പെടുത്തുന്നു. ഇസ്രയേലിന്റെ F-35 വിമാനങ്ങളെ നേരിടാൻ ഇറാൻ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് റഷ്യൻ സഹായം ഒഴുകുന്നതെന്ന വ്യക്തമാണ്. എന്തുതന്നെയായാലും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ടെഹ്റാനിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്.